السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ മോയിട്ടി മൗലവി അവർകളെ, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം ധന്യമായ വാക്കുകൾ കൊണ്ട് നിർവഹിച്ച സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സെൻട്രൽ കൗൺസിൽ അംഗം കൂടിയായ പ്രതിഭാസമ്പന്നനായ അബ്ദുള്ള മാസ്റ്റർ അവർകളെ, ഈ മഹത്തായ വേദിയിൽ ആസനസ്ഥരായ മുഹിയുദ്ദീൻ ദാരിമി, വേദിയിൽ പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ ഷാഹുൽ ഹമീദ് ഫൈസി, മറ്റു പണ്ഡിത സഹോദരങ്ങൾ, ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെയും സുന്നി ബാലവേദിയുടെയും ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും ഒക്കെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, നേതാക്കളെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ ചെലവഴിക്കുന്ന ഈ നിമിഷങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലം നൽകുമാറാവട്ടെ. മരണമടഞ്ഞു പോയ നമ്മുടെ പ്രസ്ഥാന നായകന്മാർക്കും ഗുരുവര്യന്മാർക്കും മാതാപിതാക്കൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സഹപ്രവർത്തകർക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഇടം നൽകുകയും അവരോടൊപ്പം നമ്മെ അല്ലാഹു മരണാനന്തരം യോജിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. ബൃഹത്തായ ലക്ഷ്യങ്ങളോടുകൂടി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജീവസുറ്റ പോഷക ഘടകങ്ങളായ ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെയും രണ്ട് സുപ്രധാന പരിപാടികളുടെ പ്രചരണ പ്രവർത്തനം എന്ന ഒരു ഉത്തമ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാന്ദർഭികമായ ഒരു കാര്യമെന്ന രീതിയിൽ പലസ്തീനിലെ പീഡിത ജനവിഭാഗത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചു വിദ്യാർത്ഥികൾ വളരെ മനോഹരമായ ഒരു റാലിയും ഇവിടെ നടത്തി എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. ബഹുമാന്യനായ ഉദ്ഘാടകൻ തൻ്റെ പ്രഭാഷണം ആരംഭിച്ചതും അങ്ങനെ തന്നെയാണ്. അക്കാര്യത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു വരികയാണ് ഭംഗി എന്ന് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും ഇത്തരമൊരു പരിപാടി സന്ദർഭത്തിന് തുയർന്ന് സംഘടിപ്പിച്ചവർ സമുദായ താല്പര്യമാണ് പരിഗണിച്ചിരിക്കുന്നത് എന്നത് സന്തോഷദായകം തന്നെയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ നവോത്ഥാനശിലയായ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയും ആ സമത്വ കെട്ടിപ്പടുത്ത അതിൻ്റെ പോഷക ഘടകങ്ങളുമൊക്കെ കൂടിച്ചേർന്നു കൊണ്ടുള്ള സംയുക്ത സംരംഭങ്ങളിലൂടെയും ബോധന പ്രവർത്തനങ്ങളിലൂടെയും കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ മതവൈജ്ഞാനിക മണ്ഡലം മാതൃകാപരവും പ്രശോഭിതവുമായി നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാനത്തോടെ എടുത്തു പറയാവുന്നതും അടുത്ത തലമുറ പകർത്തേണ്ടതുമാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും
സൗകര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് മുമ്പിൽ വളരെ വലിയ ഭീഷണികളായി ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള പടപ്പുറപ്പാടുകൾ കാണുകയാണ്. അവിടെയും നമ്മുടെ സമൂഹം കാര്യഗൗരവത്തോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നുവോ എന്ന കാര്യം സന്ദേഹജനകവുമാണ്. ഞാൻ തന്നെ ഈയിടെ ഒരു പ്രഭാഷണം വളരെ ഗൗരവത്തോടു കൂടി വീക്ഷിച്ചു. ഉത്തരവാദപ്പെട്ട നമ്മുടെ സംഘടനാ പ്രവർത്തകരിൽ നിന്നു തന്നെ ഇസ്രയേൽ അതുപോലെ തന്നെ പലസ്തീൻ എന്ന രണ്ട് രാജ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവരണം. ഇന്ത്യയും പാകിസ്ഥാനും പോലെ അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങളെ പോലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി ഈ കടന്നാക്രമണത്തെ ചിത്രീകരിച്ചുകൊണ്ട് രണ്ടിൻ്റെയും അസ്തിത്വം അംഗീകരിച്ചുകൊണ്ടുള്ള ആ രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും നമ്മുടെ ആളുകൾ പോലും പലപ്പോഴും ചരിത്രത്തെക്കുറിച്ച് അങ്ങനെയേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കുവാനുള്ള പരാമർശങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ പലസ്തീൻ എന്ന ഒരു രാജ്യമാണ് ലോകത്തുണ്ടായിരുന്നത്. ഇസ്രയേൽ എന്നൊരു ഭൂപ്രദേശം അല്ലാഹുവിൻ്റെ ഭൂമുഖത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ഭൂപ്രദേശം മുസ്ലിം സമൂഹത്തിൻ്റെ മാറിടത്തിൽ കൊണ്ടുവന്ന് പ്രത്യേക താല്പര്യത്തോടു കൂടി നിക്ഷിപ്ത സങ്കുചിത വീക്ഷണം നടപ്പാക്കിയത് ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം വിരുന്നുകാരൻ വീട്ടുകാരനെ ആട്ടിപ്പുറത്താക്കുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിഥിയായി വന്നവൻ എന്ന് പറഞ്ഞുകൂടാ, അന്യായമായി വന്ന വിരുന്നുകാരൻ. അതിന് വിരുന്നുകാരൻ എന്ന പദം പോലും പ്രയോഗിക്കുന്നത് മലയാള ഭാഷയോടുള്ള തെറ്റായിരിക്കുമെന്ന് എനിക്കറിയാം. ഇസ്രയേൽ വിരുന്നുകാരനല്ല, അതിൻ്റെ പിറവി തന്നെ കടന്നാക്രമണത്തിലൂടെയാണ്. ഉപജാപക സംഘം മുസ്ലിം സമൂഹത്തിൻ്റെ മാറിടം പിളർന്നുകൊണ്ട് കൊണ്ടുവന്ന് വെച്ച ഒരഭിശബ്ദ ശിശു വളർന്നു വലുതായി അമേരിക്കൻ പിൻബലത്തോടു കൂടി കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളാണ് ഇന്ന് ലോകത്തെ മുസ്ലിം മനസാക്ഷികളെ മാത്രമല്ല മനുഷ്യകുലത്തിൽ ആർദ്രതയുള്ള മുഴുവൻ മനുഷ്യന്റെ മനസ്സുകളെയും വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുവാൻ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും കാരുണ്യത്തിന്റെ അല്പഭാഗം അവശേഷിക്കുന്ന ഒരു മനുഷ്യന് കഴിയില്ല. പത്രങ്ങൾ വായിച്ചു നോക്കുന്ന ആളുകൾക്ക് ചിത്രം കണ്ടാൽ തന്നെ ബോധ്യപ്പെടുന്ന വിധത്തിലാണ് പത്രമാധ്യമങ്ങൾ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്രൂരതയ്ക്കെതിരെ ശബ്ദിക്കുവാനും അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും തീർച്ചയായും നമ്മുടെ സമുദായം ബാധ്യസ്ഥമാണ്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ പത്രകോളങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വിഷ്വൽ മീഡിയകളിൽ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും നിങ്ങൾ ഓർക്കണം, അമേരിക്ക പോലുള്ള ഒരു രാജ്യം ഈ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോഴും അതിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സത്യവും ധർമ്മവും എന്തെന്ന് മനസ്സിലാക്കാത്തൊരു സമൂഹം ഇസ്ലാമിക സമൂഹത്തെ ഭീകരതയും തീവ്രതയുമാക്കുമ്പോൾ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ ജീവിക്കാൻ വേണ്ടിയുള്ള പിടച്ചിലിനെ ഭീകരതയാക്കുന്നു. പലസ്തീൻ അംബാസഡർ വന്നുകൊണ്ട് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, കഴുത്ത് ഞെരിച്ചു കൊല്ലുമ്പോൾ ഞെരിച്ചു കൊല്ലുന്ന കൈ കടിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന പ്രവണതയെ തീവ്രവാദമാക്കുന്ന ഏർപ്പാടാണ് സാമ്രാജ്യത്വ ശക്തികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 പതിറ്റാണ്ട് കാലമായി ഒരു സമൂഹത്തെ കൊല്ലാകൊല ചെയ്തുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് മാറ്റിപ്പായിച്ചിരിക്കുകയാണ്. സ്വന്തം ഭൂമിയിൽ നിന്ന് മാറ്റിപ്പായിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യന്റെ മക്കൾ. നമ്മളതിന്റെ ചരിത്ര പശ്ചാത്തലം അല്പമെങ്കിലും ഗ്രഹിച്ചിരിക്കണം. ഇന്നിന്റെ ചർച്ചയാണത്. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞതുപോലെ ലോക മനസാക്ഷിയെ മുഴുവൻ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. നമ്മുടെ ചില പത്രപ്രവർത്തകരുടെ റിപ്പോർട്ടിംഗ് പോലും ഇസ്രയേൽ എന്നൊരു സാമ്രാജ്യത്തിന്റെ അസ്തിത്വം നേരത്തെ ഉള്ളതുപോലെയാണ്. ആളുകൾ പഴയ കഥകളൊക്കെ മറന്നതുപോലെ അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്നത് പോലെ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഓർത്ത് നോക്കൂ, ഇപ്പോൾ തന്നെ ഡിസംബർ 27 ആക്രമണം ആരംഭിച്ച് 820-ൽ പരം മനുഷ്യന്റെ മക്കൾ മരിച്ചു എന്നാണ് ഇന്നത്തെ പത്രത്തിൽ കാണുന്നത്. 40,000-ഓളം ആളുകൾക്ക് പരിക്കേറ്റ് ആശുപത്രികളിലും അംഗഭംഗം വന്ന വീടുകളിലും ജീവച്ഛവങ്ങളായി മൂലകളിലും കിടക്കുന്ന കാഴ്ചയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.